ഏവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളത് നമ്മുടെ മലയാളിയായ സഞ്ജു സാംസണെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും പറയാം, രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം. തുടർച്ചയായ 5ാം സീസണിലും അദ്ദേഹം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആദ്യത്തെ 3 മത്സരങ്ങളിൽ ക്യാപ്റ്റൻസി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഈ ഇംഗ്ലണ്ടിന് എതിരായ T20 പരമ്പരയിലെ 5ാമത്തെ മത്സരത്തിൽ ആർച്ചറിൻ്റെ പന്ത് കൊണ്ട് കൈവിരലിൽ പൊട്ടേറ്റ അദ്ദേഹം ദീർഘനാൾ വിശ്രമത്തിലായിരുന്നു. ഏകദേശം 6 ആഴ്ചയോളം വിശ്രമം വേണമെന്ന് പറഞ്ഞു. എങ്കിലും അത് കഴിഞ്ഞിട്ടും NCA അദ്ദേഹത്തിന് കീപ്പിംഗ് ചെയ്യാനുള്ള ക്ലിയറൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. തീർച്ചയായും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായ അദ്ദേഹത്തിന് NCAയുടെ ക്ലിയറൻസ് ഇല്ലാണ്ട് കളിക്കാൻ ആവുന്നുമില്ല. അതുകൊണ്ട് ക്യാപ്റ്റൻസി എന്ന ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വരുന്ന ഏപ്രിൽ 5-ാം തീയതിയുള്ള മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും അത് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാമ്പിനും സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഒപ്പം മലയാളികൾക്കും നമുക്കെല്ലാവർക്കും പറയാം, IPL തുടർച്ചയായി 5ാം വർഷമാണ് അദ്ദേഹം ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ 61 മത്സരങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചിരിക്കുന്നത്. മലയാളി എന്ന നിലയിൽ ഏതൊരു മലയാളിക്കും അഭിമാനിക്കുന്ന ഒരു നേട്ടം കൂടിയാണ് അദ്ദേഹം കൈവരിച്ചത്. തുടർച്ചയായി ഈ T20 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ ഇത്തവണ കഴിഞ്ഞു. കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ തവണത്തെ T20 വേൾഡ് കപ്പിൻ്റെ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സഞ്ജു സാംസണ് ഇനിയുള്ള മത്സരങ്ങളിൽ പ്ലേ ഓഫിലും കിരീടവും ഈ 2025 IPL സീസണിൽ ഉയർത്തി കേരളത്തിൻ്റെ ഒരു അംബാസഡറായി തന്നെ സഞ്ജു സാംസൺ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അത് ഇനി ഇന്ത്യയുടെയുമായി തീരട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടും വേണം.